നമസ്കാരം. തിരഞ്ഞെടുപ്പ് ചൂടിലാണ് സംസ്ഥാനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. LDFും UDFും എന്ന് വേണ്ട BJPയും ഒക്കെ തിരക്ക് പിടിച്ച പ്രചാരണത്തിലാണ്. അതിൻ്റെ ഒരു അലയൊലികൾ കേൾക്കുന്നുണ്ട്. വിജയം ഉറപ്പാക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ മുന്നണികളുടെ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത്. കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെ ഏറ്റവും വലിയതായിട്ടുള്ള ഒന്നാണ് വടകര മണ്ഡലം എന്ന് പറയപ്പെടുന്നത്. വടകര മണ്ഡലം നമുക്കറിയാം, കെ മുരളീധരൻ കഴിഞ്ഞ തവണ വിജയിച്ചു കയറിയ മണ്ഡലമാണ്. ആ വിജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ UDFിന് വേണ്ടി രംഗത്തിറക്കിയിരിക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയപ്പെടുന്ന യുവ നേതാവിനെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത് KK ശൈലജയാണ്. മുൻ ആരോഗ്യമന്ത്രിയാണ് LDF മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ തീപാറുന്ന ഒരു പോരാട്ടം ഉണ്ടാവുമെന്നുള്ള വലിയ വിലയിരുത്തലുകൾ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇരുമുന്നണികളും പ്രചാരണത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വരുത്തുകയുമില്ല. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പുതിയ ആശയങ്ങൾ, ആ പുതിയ ആശയങ്ങൾ നടപ്പാക്കുവാനുള്ള ഒരു ശ്രമമാണ് വടകരയിൽ നടക്കുന്നത്. അത്തരത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ടുള്ള വേറിട്ടൊരു പ്രചരണ രീതിയാണ് ഇപ്പോൾ അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കല്യാണക്കത്തിൻ്റെ രൂപത്തിൽ, കല്യാണക്കത്ത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ആ കല്യാണക്കത്തിൻ്റെ രൂപത്തിലാണ് അവിടെ ഷാഫി പറമ്പിൽ വരൻ എന്നുള്ള രീതിയിലും വധുവായിട്ട് ജനാധിപത്യത്തെയും കാണുന്നു എന്നുള്ള രീതിയിൽ വരച്ചു വയ്ക്കുന്നു. വടകരയിൽ ആകെ ചുറ്റിക്കറങ്ങുകയാണ് ഈ വിവാഹ ക്ഷണക്കത്ത് എന്ന് പറയപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായി മാറുന്നുണ്ട് ഈ കല്യാണക്കത്ത്. സുഹൃത്തുക്കൾ ഒരുക്കിയ പാട്ടുകളും പ്രചാരണത്തിന് വേറിട്ടൊരു മുഖം നൽകുന്നുണ്ട് ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട്. ഷാഫി പറമ്പിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതായത് ഈ വിവാഹക്കത്ത് എന്തായാലും വളരെയധികം ശ്രദ്ധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ തൻ്റെ അഭിവാദ്യം നൽകുന്ന ഫോട്ടോയോട് കൂടിയാണ് ഈ ക്ഷണക്കത്തിൻ്റെ ആരംഭം എന്ന് പറയപ്പെടുന്നത് തന്നെ. വരൻ ഷാഫി പറമ്പിൽ എന്നുള്ള പേരും ഒപ്പം തന്നെ വധു എന്ന് പറയപ്പെടുന്ന ജനാധിപത്യവുമാണ്. വോട്ടിംഗ് സുദിനം 2024 ഏപ്രിൽ 26 വെള്ളിയാഴ്ച, മുഹൂർത്തം പകൽ 7-നും 5-നും മധ്യേ വോട്ടിംഗ് വേദി എന്ന് പറയപ്പെടുന്ന പോളിംഗ് ബൂത്ത് രാജ്യത്തെ വീണ്ടെടുക്കുവാൻ കൈപ്പത്തി അടയാളത്തിൽ അന്നേ ദിവസം തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിനായിട്ട് ഓരോരുത്തരും വോട്ട് രേഖപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ കുടുംബസമേതം ക്ഷണിക്കുന്നു എന്നാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കത്താണ് ഇപ്പോൾ വലിയ വൈറലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. സവിശേഷതകൾ വച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. അങ്ങനെ അതേസമയം LDF ഒട്ടും പിന്നിലല്ല. അതായത് ഈ KK ശൈലജയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തപ്പെടുന്നത് മറ്റാരുമല്ല, കമലഹാസനാണ്. കമലഹാസനെ രംഗത്തിറക്കിയിരിക്കുകയാണ് LDF. കമലഹാസൻ്റെ പാർട്ടിയായിട്ടുള്ള മക്കൾ നീതിമയ്യം പുറത്തുവിട്ടുള്ള വീഡിയോയിലൂടെയാണ് കമലഹാസൻ LDFിന് വേണ്ടിയിട്ട് പ്രചാരണം ആരംഭിക്കുന്നത്. LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അതായത് ഈ ലോകം പകച്ചു നിന്ന കാലത്ത് കരുത്തും നേതൃപാഠവും കാഴ്ചവെച്ചിട്ടുള്ള നേതാവാണ് KK ശൈലജ എന്നും ആ KK ശൈലജയെ വിജയിപ്പിക്കണമെന്നുമാണ് കമൽഹാസൻ പറയുന്നത്. അങ്ങനെ കമൽഹാസനെ കൊണ്ട് വേറിട്ടൊരു തിരഞ്ഞെടുപ്പ് തന്ത്രം മെനയുകയാണ് LDF. എന്തായാലും വടകര എന്ന് പറയപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകപ്പെടുന്നു. വടകരയ്ക്ക് വലിയ പ്രത്യേകതകളുണ്ട്. കടത്തനാടിൻ്റെ അംഗം മുറുകുന്ന ഒരു ഇടം കൂടിയാണ് ഈ വടകര എന്ന് പറയപ്പെടുന്നത്. ഒഞ്ചിയമടക്കമുള്ളവ ചേർന്നിട്ടുള്ള വടകരയിൽ എന്തായാലും CPMന് ഇത് ബലപരീക്ഷണമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷമാണ്. TPA 51 വെട്ടുവെട്ടി കൊന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രചരണങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മനംനൊന്ത് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗക്കാരുണ്ട്, RMB എന്ന് പറയപ്പെടുന്നത്. ആ RMBക്കാരുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കോൺഗ്രസിനോടൊപ്പം അല്ലെങ്കിൽ UDFിനോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടികളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. കൂടാതെ LDFിന് ലഭിക്കാവുന്ന വോട്ടുകൾ പരമാവധി ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യവും കൂടി ഈ TP ചന്ദ്രശേഖരൻ്റെ പാർട്ടിക്ക്, അതായത് RMBക്കുണ്ട്. അതുകൊണ്ട് തന്നെ RMB നിശബ്ദ പ്രചരണം കോൺഗ്രസിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ കാരണം LDFിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ വലിയ മുഖമായിരുന്നു TP ചന്ദ്രശേഖരൻ എന്നുള്ളത്. ആ TP ചന്ദ്രശേഖരൻ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിത്വത്തെ ഒഞ്ചിയങ്കാർ മറന്നിട്ടില്ല. മാത്രമല്ല വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ചന്ദ്രശേഖരൻ എന്നുള്ളത്. ആ ചന്ദ്രശേഖരനോടുള്ള ഒരു സ്നേഹം, ആ സ്നേഹം വളരെ കൃത്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കെ മുരളീധരനോട് കാട്ടിയ വടകരക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഷാഫി പറമ്പിലിനോട് കൊടുക്കും, അല്ലെങ്കിൽ ആ സ്നേഹം ഷാഫി പറമ്പിൽ നൽകുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ, ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് അവിടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ള ക്ഷണക്കത്തിൻ്റെ രൂപത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം, തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി മുന്നോട്ട് വെച്ചുകൊണ്ട് ഷാഫി പറമ്പിലും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ് കേരളം. ഇനി വരുന്ന 24 ദിവസങ്ങളെന്ന് പറയപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ കൊണ്ട് മുഖരിതമാകാൻ പോകുന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കും കേരളം എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ചില മണ്ഡലങ്ങൾ പലപ്പോഴും ശ്രദ്ധേയമാകുന്നുണ്ട്. അതിൽ വളരെ ശ്രദ്ധ നേടുന്ന കേരളത്തിലൊരു മണ്ഡലമാണ് ഈ വടകര എന്ന് പറയപ്പെടുന്നത്. പലപ്പോഴും മറ്റുള്ള പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ളവർ, കോൺഗ്രസ് പോലുള്ളൊരു പ്രസ്ഥാനത്തിൽ നിന്ന് വന്നിട്ടുള്ള മുഖങ്ങളായിട്ടുള്ളവരൊക്കെ KK ശൈലജയെ പോലുള്ള ഒരു മുൻ
ആരോഗ്യമന്ത്രിയെ ഏത് തരത്തിലാണ് നേരിടേണ്ടത് എന്നും അവർക്കെതിരെയുള്ള പ്രചരണായുധങ്ങൾ ഏത് തരത്തിലായിരിക്കണമെന്നും തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ പലപ്പോഴും ചില പിടിപ്പുകേടുകൾ UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളിലേക്ക് പോകുന്നു. അത് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സാധ്യതകൾ പക്ഷേ KK ശൈലജയ്ക്ക് CPMന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എന്ന് മറന്നു പോകുന്ന മണ്ടൻ രീതികളും ഈ കോൺഗ്രസ് അവലംബിക്കുന്നുണ്ട്. അത് പക്ഷേ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം UDF ക്യാമ്പുകളിൽ ഇപ്പോൾ ഷാഫി പറമ്പിനെ പോലൊരു യുവമുഖം എത്തിയതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു ചൂട് കൂടിയിട്ടുണ്ട്, ഒരു ഊർജ്ജം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ KK ശൈലജ എന്ന് പറയപ്പെടുന്ന വളരെ പരിണിത പ്രജ്ഞയായിട്ടുള്ള ഒരു സഖാവ്, അല്ലെങ്കിൽ മുൻ മന്ത്രി, MLA ഒക്കെ രീതിയിൽ അറിയപ്പെടുന്ന KK ശൈലജയെ LDF മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ LDFും UDFും തമ്മിലുള്ള നേർക്കുനേരുള്ള പോരാട്ടം നടക്കുന്ന ഒരിടമാണ് വടകര നിയോജക മണ്ഡലം എന്നുള്ളത്. ആര് ജയിക്കും ആര് തോൽക്കുമെന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നതിന് 24 വരെ, അതായത് ഏപ്രിൽ മാസം 24 വരെ നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇനിയും മെനയുകയായിരിക്കും BJPയും UDFും LDFും.